വളാഞ്ചേരി ടൗൺ ഭാഗമായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലെ റോഡിന് തിരിയണം. ജിയോന്റെ പെട്രോൾ പമ്പായിട്ട് ഈ ഒരു സൈഡിൽ വരുമ്പോൾ കാണുന്നത് റോഡിന്റെ സെന്ററിലായിട്ട് ഇഷ്ടം പോലെ കുഴികൾ കാണാം. സംഭവം എന്താ വെച്ചാൽ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാവുമ്പുറം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ സൈഡിൽ വേണം. ആ ഒരു സൈഡിലായിട്ട് ഒരു അമ്പലം വരുന്നുണ്ട്. കുറെ അധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ആ ഒരു അമ്പലത്തേക്ക് എത്തണമെങ്കിൽ. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ കാണുന്ന റോഡിന് പോവാം. ആ സൈഡിലായിട്ട് ഒരു പാലം വരുന്നുണ്ട്. പാലത്തിന്റെ താഴത്തേക്ക് വരുമ്പോഴാട്ടെ ഈ ഒരു തൂണിന് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് മനസ്സിലാവണം. വലിയ വലിയ തൂണാളാട്ടോ വരുന്നത്. എല്ലാം പെയിന്റ് ചെയ്ത് പക്കാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഫിനിഷിംഗ് ആ നോക്കി. ഈ ഒരു കാലിന്റെ വലിപ്പം കണ്ടോ, അത് പെയിന്റ് ചെയ്ത് പക്ക സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഓരോ കാലിനും ഓരോരോ നമ്പറാണ് വരുന്നത് കേട്ടോ. ഇതിന് വരുന്നത് LP 42 കാണുന്നത്. ഇതിന് എത്രത്തോളം കാലുണ്ട് അത്രയും നമ്പറാൾ ഇതിന് കൊടുത്തുക്കണു. ഇതിന്റെ താഴത്ത് കൂടി നടക്കുമ്പോൾ ഓരോ തൂണാളും കറക്റ്റ് ആയിട്ട് അങ്ങനെ പോണത്. ഇവിടെ ഫുള്ളായിട്ട് ചളിയാണ് കേട്ടോ, നിറച്ച് ചളി. സംഭവം എന്താ വെച്ചാൽ ഇവരെ വർക്കോ കാര്യങ്ങളോ എന്താ അവിടെ നടക്കുന്നുണ്ട്. ഏകദേശം എല്ലാ പാലത്തിന്റെ അടിയിലും അലമ്പലക്കാർ. ഈ ഒരു പാലത്തിന്റെ അടിയിലോ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. എന്ത് രസാണ്. രണ്ട് സൈഡിലായിട്ട് തൂണ അങ്ങനെ പോയിട്ട് നീളത്ത് പോവാണ്. രണ്ട് ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന് ഈ റോഡ് അതിന്റെ സെൻട്രലായിട്ട് കറക്റ്റ് ചെറിയൊരു ക്യാപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. പാലത്തിന്റെ താഴത്തായിട്ട് എന്തോ ഒരു മെറ്റൽ ഇട്ടിക്കണു. അതുകൊണ്ട് പാലത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല. പെയിന്റ് ചെയ്ത് പക്കാക്കി വെച്ചിട്ടുണ്ടോ. നല്ല വൃത്തിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഈ സൈഡിലായിട്ട് ഹൈവേന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും വെള്ളം പോകുന്നപ്പോൾ താൽക്കാലികമായിട്ട് ഈ പൈപ്പിനുള്ളിൽ കൂടിയാണ്. വേറെ പാലം കെട്ടുണ്ടാവും. ആ ഒരു സൈഡിലായിട്ട് പാലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരെ കാണാണ്ട് കേട്ടോ. KNR കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള ലോറികളാട്ടാ പോകുന്നത്. ഇതുപോലത്തെ ലോറിയിലാണ് ഇവിടെ വരുന്ന പണിക്കാരെ പല സ്ഥലത്തേക്കായിട്ട് ഇവർ കൊണ്ടുപോകുന്നത്. താഴത്തേക്ക് വരുമ്പോൾ അവസ്ഥ ഇതാട്ടോ, ആകെ ചളിയാണ്. പാലത്തിന്റെ ഏറ്റവും മേലെ കണ്ടില്ല പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടി ആയിട്ട് ലോറികൾ ഇങ്ങനെ പോകുമ്പോൾ ഇതാട്ട അവസ്ഥ. ആ ഒരു സൈഡിലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഷീറ്റ് ഇട്ട് കണ്ട ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് പോകുന്ന പിന്നെ കണ്ട കാഴ്ചതാട്ടോ, അടിപൊളി. ആരും ഇല്ലാത്ത പാലത്തിന്റെ അടിയിൽ കൂടി അവ അങ്ങനെ പോയി. ആ സൈഡിന് വായക്കാല്. അപ്പൊ രണ്ട് ഭാഗമായിട്ട് വരുന്നത് അവിടെ. രണ്ട് ഭാഗം. ഇത് പാടം, അത് പള്ളിയിലോ മനക്കട പാടം എന്നാ പറയാ. തന്നെ ബ്രാഹ്മണമാണ്. അവര് ബ്രാഹ്മണസാണ്. അങ്ങനെ പറയാ. നിങ്ങൾക്ക് അതിന്റെ ചരിത്രങ്ങൾ അറിയാം എന്തേലും? അത്ര തന്നെ എനിക്കറിയില്ല. അറിയില്ല. ഇവരെന്ന് പറഞ്ഞാൽ അവരെവിടുക്കാണ് എല്ലാവരും നമ്മൾ പോവുക. കൊയ്ത് മതിക്കുക അല്ലെങ്കിൽ കൃഷി പഠിക്കൊക്കെ അവരോടെടുത്ത് പണിയെടുത്തിട്ട് നമ്മൾ കിട്ടുന്നോട്ടെ നമ്മൾ ജീവിക്കുക. ശരിയാ. അവർ മിറ്റത്തുനിന്ന് പോരൂല. അത്രയും ജനങ്ങളെ. ഈ ഒരു സ്ഥലം വരുന്നത് മനക്കരപ്പാടാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ വലിയൊരു മന ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ഏകദേശം സ്ഥലങ്ങളൊക്കെ അവരുതായിരുന്നു. അതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അവിടെ ഒരു തൂണാണ്, ഇവിടെ ഒരു തൂണാണ്. ഇത് റോഡാണ് വരുന്നത്, അതോ റോഡാണ് വരുന്നത്. രണ്ടും ടച്ചിങ്ങിലാട്ടോ. സെൻട്രൽ ഭാഗത്ത് ഉണ്ടോ കറക്റ്റ് ആയിട്ട് ഒരു സ്പേസ് അങ്ങനെ പോകുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരിക, ചെറിയൊരു അളക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പാലത്തിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ഒരു ചെയ്യാൻ കാരണം. അതുകൊണ്ട് ഇൻ കേസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരു പാലം ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാലത്തിൽ കൂടി വണ്ടികൾ അങ്ങോട്ടൊക്കെ പോവാം. JCB പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ലൊക്കേഷൻ വരുന്നത് പാറാവുട്ടി മനക്കരപ്പാട് എന്ന സ്ഥലമാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാട്ടോ. ബൈ.